ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ അവിടെ ഒരു നാരങ്ങയെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് തുള്ളുകയാണ്. ഇത് കണ്ട രേവതിയാണെങ്കിൽ പേടിച്ചിട്ട്, അയ്യോ സച്ചിയേട്ട ഒന്ന് നിർത്ത് സച്ചിയേട്ടത് എന്താ പറ്റിയത്, എനിക്ക് പേടിയാവുന്നു സച്ചിയേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രയും അവിടെ വിറച്ച് നിൽക്കുകയാണ്. ഇവരെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രവിയും പറയാണ്, മോളെ രേവതി അവനോടൊന്ന് എന്താന്ന് ചോദിക്കുക, ഇവരെന്തെങ്കിലും ഇടുന്ന് തുള്ളുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛാ ദേ ജ്ഞാനസൃഷ്ടിയാണ് അച്ഛാ, ജ്ഞാനസൃഷ്ടി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര തുള്ളല്. അങ്ങനെ തുള്ളി 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 വന്ന് പെട്ടെന്ന് നമ്മുടെ സച്ചി അങ്ങോട്ട് നിൽക്കുകയാണ്. അങ്ങനെ കണ്ണു തുറഞ്ഞപ്പോഴേക്കും രേവതി ദേ ഇപ്പോൾ ഒരു സ്വാമി പോയി രേവതി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ ആസാമി മനസ്സിലായി എന്ന് സംസാരിക്കുകയാണ്. അതെ, ഇത്ര നേരമേ സംസാരിച്ചതും പ്രവർത്തിച്ചതും ഒന്നും ഞാനല്ല രേവതി, ആ സാമിയാണ് രേവതി. സാമിയോ? ഏത് സാമി? എന്തൊക്കെയാ സച്ചിയേട്ട പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് ക്ലിയർ ആക്കി പറ സച്ചിയേട്ട എന്ന് പറയുമ്പോൾ, അതെ ഒരു സാമിയാണ് എനിക്ക് ഇത് പൂജിച്ച് തന്നത് ഈ നാരങ്ങ. എന്നിട്ട് ഇതുകൊണ്ട് പൂജാ റൂമിൽ വെച്ചോളാൻ പറഞ്ഞു. പൂജാ റൂമിൽ വെച്ചോളാനോ? എന്തിനു വേണ്ടി പൂജാ റൂമിൽ വെച്ചോളാനായിട്ട് പറഞ്ഞു? അതെ, ഞാൻ ഇവിടുത്തെ സ്വർണം കാണാനില്ല, അതെല്ലാം ഗോൾഡ് കവറിംഗ് ആയിട്ട് മാറിയെന്ന് ഒരു സ്വാമിയെ പോയി കണ്ടായിരുന്നു. അപ്പോൾ ആ സ്വാമി പറയാ, ഗോൾഡ് കവറിങ് സ്വർണ്ണാഭരണങ്ങൾ എങ്ങും പോയിട്ടില്ല, അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ മോഷ്ടിച്ചതാണ് എന്നൊക്കെയാ പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ മോഷ്ടിക്കാനോ? ആര് മോഷ്ടിക്കാനായിട്ട്? അതേ രേവതി, ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരും മോഷ്ടിക്കല എൻ്റെ സ്വാമിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ വീട്ടിൽ വലിയൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. അത് ഈ നാരങ്ങ കൊണ്ടുപോകുന്നതോടെ ദേ എല്ലാം ശരിയാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാൻ സ്വാമി എന്നോട് പറഞ്ഞു. ഞാൻ അതും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇത്ര നേരം എൻ്റെ ദേഹത്തായിരുന്നു സ്വാമിയാണ് ഇവിടെ കിടന്ന് ആർമാദിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. ഹോ, എന്തൊരു സിദ്ധിയുള്ള സ്വാമിയാണെന്ന് അറിയാവോ? ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ, പിന്നെ സ്വാമി അത് ഗോൾഡ് കവറിങ് ആര് കൊണ്ടെന്ന് വെക്കാനായിട്ട്? ഞങ്ങളൊന്നും സ്വർണ്ണം എടുത്തിട്ടില്ല. എനിക്കറിയാന്നേ നിങ്ങൾ ആരും സ്വർണ്ണം എടുത്തിട്ടില്ലെന്ന്. പക്ഷെ സ്വാമി പറഞ്ഞല്ലേ. ഏതായാലും സ്വാമി പറയണ സ്ഥിതിക്ക് ഞാൻ ഈ നാരങ്ങ പൂജാ റൂമിൽ കൊണ്ട് വെക്കും. പൂജാ റൂമിൽ കൊണ്ട് വെച്ച് 48 മണിക്കൂറിനുള്ളിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി ഈ ഗോൾഡ് കവറിങ് ആക്കിയത് ആരാണോ അവരുടെ വായ കോടുവെന്നാ സ്വാമിജി പറഞ്ഞത്. ഇത് കേട്ട സുധിയും ചാന്ദ്രയും ആകെ പേടിച്ചു പോവുകയാണ്. അപ്പോൾ വർഷ വന്നിട്ട് അങ്ങനെയൊന്നുമില്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഇതൊക്കെ പച്ച കള്ളമായിരിക്കും എന്നൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ രേവതി വന്നിട്ട്, അയ്യോ വർഷ അങ്ങനെയൊന്നും പറയല്ലേ, ചില സിദ്ധിയുള്ള സ്വാമിമാരൊക്കെ ഉണ്ട്, നമ്മളത് വിശ്വസിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ദേ നിനക്കും ഡബ് ചെയ്യാനുള്ളതാണ്, ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ വായും കോടിപ്പോകുമെന്ന് സച്ചിയും പറയാ. അപ്പോൾ ശ്രീകാന്തിന് പേടിയൊന്നും. ഇപ്പം ശ്രീകാന്ത് വർഷയൊന്നും മിണ്ടാതിരിക്കാവോ? ദേ നിന്റെ വായങ്ങാനും കോടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവേ, ചുമ്മാ കളിയാക്കാൻ നിൽക്കണ്ട എന്ന് ശ്രീകാന്ത് സംസാരിക്കുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയും അതേപോലെ തന്നെ ശ്രുതി കൂടി വരച്ചു നിൽക്കുമ്പോൾ ശ്രുതിക്കൊരു കൂസലുമില്ല. ഇത് സച്ചിയുടെ അടവാണെന്ന് ശ്രുതിക്കറിയാം. പക്ഷേ ശ്രുതി ഒരു പൊട്ടനായത് കൊണ്ടാണ് സച്ചി ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം. അപ്പം ശ്രുതി പിന്നെ വായ കോടാനായിട്ട് പോകുന്നു. വായൊന്നും കോടില്ല. ഞാൻ പറഞ്ഞ സത്യമാടാ ശ്രുതി, വായ കോടും. 48 മണിക്കൂറിനുള്ളിൽ ഈ ധാരാണ് എടുത്തത്, അവരുടെ വായ കോടൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാലോ. ഏതായാലും സ്വാമിജി പൂജിച്ച് തന്ന ഇതല്ലേ, അതുകൊണ്ട് ഇത് പൂജാ റൂമിൽ കൊണ്ടുവെക്കാം. വേണ്ട പൂജാ റൂമിൽ നിന്ന് കൊണ്ടുവെക്കണ്ട, അതങ്ങനെ പുറത്തേക്ക് കൊണ്ട് ഇടുന്നീയ എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ, അതെന്തിനാ ഞാൻ പുറത്തേക്ക് കൊണ്ടിടുന്നത്? നിനക്കെന്താ പേടിയുണ്ടോ? നിനക്കെന്തിത്ര ടെൻഷനോ? എനിക്കൊരു ടെൻഷനും ഇല്ല, പേടിയില്ല. പിന്നെ അത് ഈ സാധനങ്ങളൊക്കെ ചുമ്മാ പൂജാ റൂമിൽ കൊണ്ട് വെക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ. എങ്കിലേ ഞാനിത് പൂജാ റൂമിൽ കൊണ്ട് വെക്കും. ഏതായാലും സ്വാമിജി തന്നല്ലേ, സ്വാമിജിയുടെ വാക്കിന് ഫലം ഉണ്ടാവുമോന്ന് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഈ സച്ചിയാണെങ്കിൽ ഈ നാരങ്ങയും പിടിച്ചുകൊണ്ട് സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, അതെ എവിടെ പോകുന്നു? അവിടെ നിന്നേ, ഇത് പൂജാ റൂമിൽ നിന്നും കൊണ്ട് വെക്കണ്ട. എന്താ ഞാൻ പൂജാ റൂമിൽ കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളാണോ സ്വർണ്ണം എടുത്തത്? ഞാനൊന്നുമല്ല സ്വർണ്ണം എടുത്തത്. പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഇത്ര പേടി?
ഈ നാരങ്ങ പൂജാ റൂമിൽ ഇരുന്നെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇനി ഇതാരാണ് എടുത്തത് 48 മണിക്കൂറിനുള്ളിൽ അവരുടെ വായ കോടി എന്നും പറഞ്ഞ പോലെ ആയിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ ഒരു ആംഗ്യം കാണിക്കുകയാണ്. സച്ചിയുടെ മോന്ത കണ്ടാൽ നമുക്ക് ചിരി വന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ സച്ചി നേരെ ഇതും കൊണ്ട് മേളിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴും സച്ചിക്ക് സംശയമാണ്, ദൈവമേ എൻ്റെ ഈ പ്ലാൻ വർക്കൗട്ട് ആകുമോ? ഞാൻ ഇതുകൊണ്ട് പൂജാ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ സത്യങ്ങൾ പറയോ? ഏതായാലും നമ്മുടെ സച്ചി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ആ ഒരു നാരങ്ങ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ പൂജാ റൂമിൽ വെക്കുകയാണ്. കാരണം സത്യങ്ങൾ അറിയണമല്ലോ, ഇത്രയും സ്വർണ്ണാഭരണങ്ങളല്ലേ പോയിരിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിൽ ഇനി അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനൊക്കെ വേണ്ടി നമ്മുടെ സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുകയാണ്. അപ്പോൾ സച്ചി ഈ ശ്രുതിയാണെങ്കിൽ നേരെ സ്റ്റെയർ കേസിൽ കയറി വരിക. ആ സമയത്ത് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ പൂജാ റൂമിൽ ആ നാരങ്ങ നോക്കുകയാണ്. നാരങ്ങ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുന്നു. എൻ്റെ ദൈവമേ, ഇനി എന്തെങ്കിലും സംഭവിക്കുക, വായെങ്ങാനും കോടിപ്പോകും, ഇതെന്ന് സത്യമുള്ള നാരങ്ങയായിരിക്കും, ഇവനെ ഏതെങ്കിലും മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നായിരിക്കോ എന്നൊക്കെ പേടിച്ച് വിറച്ച് നിൽക്കുക. അങ്ങനെ രേവതിയെ കാണിക്കുകയാണ്. അപ്പം രേവതിയാണെങ്കിൽ ഇങ്ങനെ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും എൻ്റെ സച്ചിയേട്ടൻ ആൾ ഭയങ്കരനാണ് കേട്ടോ. ഞാൻ സച്ചിനോട് പറഞ്ഞതാ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ജോത്സ്യനെ പോയി കാണാം, അപ്പം ജോത്സ്യൻ പ്രശ്നം വെച്ച് കാര്യങ്ങളെല്ലാം പറയുമെന്ന്. അപ്പോൾ എനിക്കിതേ ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പതേ ജോത്സ്യനെയും കണ്ടിട്ട് നാരങ്ങയും മേടിച്ചുകൊണ്ട് വന്ന് ദേ പൂജാ റൂമിൽ വെച്ചിരിക്കുന്നു. സച്ചിയേട്ടാ, എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നല്ല പ്രശസ്തമായ ഏതെങ്കിലും ജോത്സ്യനെ കാണിച്ചു തരില്ലായിരുന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ എൻ്റെ രേവതി എന്ന് പറയാണ്. അല്ല സച്ചിയേട്ടാ, ഈ സ്വാമിജിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വാമിജിയുടെ പേര് സച്ചിദാനന്ദൻ. സച്ചിദാനന്ദനോ? അങ്ങനൊരു സ്വാമിയെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അല്ല, ഈ സ്വാമിജിയുടെ മഠം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ മഠം ഞാൻ തന്നെയാണ്. എന്താ സച്ചിയുടെ പറയുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെയാണ് മഠമെന്നോ? സച്ചിയുടെ എന്തൊക്കെയാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ രേവതി, ഞാനേ ഒരു സ്വാമിജിയും പോയി കണ്ടിട്ടില്ലേ? അപ്പോ അവരോടൊക്കെ പറഞ്ഞതോ സ്വാമിജിയെ പോയി കണ്ടു, 48 മണിക്കൂറിനുള്ളിൽ സ്വർണ്ണം എടുത്തതിൻ്റെ വായ കോടുന്നൊക്കെ. അത് ഞാൻ ശ്രുതിയെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അപ്പൊ ഈ നാരങ്ങ ഞാനൊരു പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചാണ്. സച്ചിയേട്ടനാണ് ഭയങ്കരനാണ് കേട്ടോ. പിന്നെ അല്ലാതെ അവൻ എനിക്കങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റുമോ? പേടിച്ച് വിറച്ച് ശ്രുതി സത്യം തുറന്ന് പറയും. അദ്ദേഹം സത്യം തുറന്ന് പറയോ സച്ചിയേട്ടാ? പറയും. അവനെനിക്കറിയാം, അവനൊരു അന്ധവിശ്വാസിയാണ്. അതുകൊണ്ട് അവൻ എന്നോട് സത്യം തുറന്ന് പറയുമെന്ന് എനിക്കറിയാം രേവതി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചത്. ഏതായാലും നോക്കാം. അവൻ പേടിച്ച് വിറച്ചിട്ട് എൻ്റെ മുന്നിൽ തന്നെ വരും അവൻ. എന്നിട്ട് ഉണ്ടായ കാര്യങ്ങൾ മൊത്തം എന്നോട് തുറന്നു പറയുക തന്നെ ചെയ്യും എന്ന് സച്ചി പറയുക. ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്. ശ്രുതി കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് തൻ്റെ കിറിയെങ്ങാനും കോടിപ്പോയോ എന്നും കണ്ണാടിയിൽ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്ര വെപ്രാളപ്പെട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചന്ദ്രൻ നോക്കുമ്പോൾ ശ്രുതി കിടന്ന് കോപ്രായം കാണിക്കുന്ന കാണുന്നത്. ചന്ദ്രയെ തിരിഞ്ഞു നോക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ചന്ദ്ര പേടിച്ചോടി വന്നിട്ട് എന്ത് ചെയ്യും ശ്രുതി? അമ്മ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അമ്മേ. ആകെ പേടിച്ച് വരച്ചിട്ട് ഒരു രക്ഷയില്ല. ഇനി 48 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ വായ രണ്ടുപേരുടെ വായ കോടി പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ആ സ്വാമിജി പറഞ്ഞ പോലെ വായങ്ങനെ കോടിപ്പോയാൽ എടൻ്റെ സൗന്ദര്യം മൊത്തം പോകില്ലേ? ഞാൻ എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതിയുടെ മുഖം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഇങ്ങനെ കോടിയിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എടാ, നിന്റെ വായ കോടിയടാ. അല്ല, എൻ്റെ വായയല്ല, അമ്മയുടെ വായ കോടി. ശ്രുതിക്ക് അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രയുടെ വായം കോടിയതുപോലെ തോന്നുന്നത്. അല്ല, നിന്റെ വായയുടെ കോടിയത്, അല്ല അമ്മയുടെ വായ കോടിയത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോടി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി വരികയാണേ. കോടിയോ? ആർക്കാ ലോട്ടറി അടിച്ചത്? ആർക്കാ കോടി കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ പൊന്നു മോളെ, ആർക്കും കോടി കിട്ടിയിട്ടൊന്നുമില്ല. ദേ ഇവൻ്റെ വായ കോടിയിരിക്കുന്നത് കണ്ടില്ലേ? എൻ്റെ വായയല്ല, അമ്മയുടെ വായ കോടിയിരിക്കുന്നത് കണ്ടില്ലേ ശ്രുതി എന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിതെല്ലാം എന്താ പറ്റിയത്? നിങ്ങൾ രണ്ടുപേരുടെയും വായ കോടിയെന്ന് ഇരിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വെറും തോന്നിയതാണ്.
അമ്മേ, ആൻറ്റി ആൻറ്റി എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആൻറ്റി പോയി റെസ്റ്റ് എടുക്ക്, ആൻറ്റിക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല, പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ചന്ദ്ര അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ വാതിൽ കുറ്റിയിട്ടിട്ട് ശ്രുതി എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? ചുമ്മാ ഇവിടെ കിടന്ന് എല്ലാവരുടെ മുന്നിൽ വിളിച്ചു പറയുക സത്യങ്ങളും മുഴുവനും. പക്ഷേ ശ്രുതി, അവൻ പറഞ്ഞു കേട്ടില്ലേ, 48 മണിക്കൂറിനുള്ളിൽ ഇതേ സ്വർണം ഗോൾഡ് കവറിങ് ആയി മാറ്റിയവൻ്റെ വായ കോടും എന്നൊക്കെ പറഞ്ഞത്. അപ്പം എൻ്റെ വായ കോട് പോവില്ലേ? ഒരു വായ കോടലും ഇല്ല. അതെ, സച്ചി നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ സത്യം സച്ചിയോട് തുറന്നു പറയുമെന്ന് അവനറിയാൻ നന്നായിട്ട്. അവൻ നിന്നെ പറ്റിച്ചതാണ്. ആണോ? അവനെന്നെ പറ്റിച്ചാണോ ശ്രുതി? അതേന്നെ, നിന്നെ പറ്റിച്ചു തന്നെയാണ് ശ്രുതി. നീ ശരിക്കും തുറന്നു പറയുന്നു. നീ ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ്. യാതൊരു കാരണവശാലും അവൻ്റെ മുന്നിൽ പോയി സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞേക്കല്ലേ, പണി പാളും. പക്ഷേ എന്നാലും എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ പറയണതൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. ശ്രുതി, അതെ, എന്താ? അഥവാ എൻ്റെ വായ കോടി എൻ്റെ സൗന്ദര്യം പോയി കഴിഞ്ഞാൽ നീ എന്നിട്ടിട്ട് പോകൂ ശ്രുതി? ദേ, എൻ്റെ വാലിരിക്കണ കേൾക്കരുത് കേട്ടോ, മിണ്ടാതിരുന്നോളണം അവിടെ എന്ന് പറയുക. അങ്ങനെയും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതിയെ ഭയങ്കരമായിട്ടും ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നല്ല ഉറങ്ങുമ്പോഴും വല്ലാത്ത പേടിയാ. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയൊക്കെ എണീക്കുകയാണ്. എൻ്റെ ദൈവം, എൻ്റെ വായിന് കോടിപ്പോയോ? അയ്യോ, ആകെ പേടി തോന്നല്ലോ. സമയം ഇങ്ങനെ ഓരോ ദിവസം തോറും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അയ്യോ, ശ്രുതിയുടെ ഉറക്കം കണ്ടില്ലേ? കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. ഇവൾക്ക് ഉറങ്ങിയാൽ മതിയല്ലോ, എൻ്റെ ജീവനല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇനി എങ്ങാനും എൻ്റെ വായ കോടി പോകും എൻ്റെ ദൈവമേ എന്നും പറയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കണം നമ്മുടെ വർഷയെ കാണിക്കുകയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ സച്ചി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇതൊരു വലിയൊരു സിദ്ധനായ സ്വാമി പൂജിച്ചത് നാരങ്ങയാണ്. അത് സ്വർണം കട്ടെടുത്ത് എൻ്റെ വായ കോടിപ്പോകുക എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് വർഷ അവിടെ ആലോചിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് വർഷേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ വർഷം നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ശ്രീകാന്തേ, നിങ്ങളുടെ ചേട്ടൻ സച്ചി ചേട്ടനില്ലേ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്താ, നിനക്കതിലൊക്കെ വിശ്വാസമുണ്ടോ? ആ, ചെറുതായിട്ടൊക്കെ വിശ്വാസമുണ്ട്. അതെ, വിശ്വസിക്കാനുള്ള കാരണേ ഞങ്ങളുടെ കമ്പനിയിലെ കുറച്ച് പണം മോഷണം പോയായിരുന്നു. അത് നിന്റെ അച്ഛൻ തന്നെ മോഷ്ടിച്ചായിരിക്കും. ദേ ശ്രീകാന്തേ, എന്നെ ചുമക്കാലി കയറ്റിക്കണ്ട കേട്ടോ. പറ. അതെ, മോഷണം പോയായിരുന്നു. ആ സമയത്ത് എൻ്റെ അച്ഛൻ പോയി ഒരു ജ്യോത്സ്യനെ കണ്ടായിരുന്നു. വലിയൊരു സിദ്ധനായ ജ്യോത്സ്യനാ. ആ ജ്യോത്സ്യൻ പറഞ്ഞു നിങ്ങളുടെ പണം ഒരു മരത്തിൻ്റെ ചോട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ അച്ഛന് സംശയം തോന്നി. അങ്ങനെ അച്ഛൻ ആ മരത്തിൻ്റെ മണ്ണിങ്ങനെ മാറ്റി നോക്കി കഴിഞ്ഞപ്പോഴേക്കുമേ സത്യോ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പണം കിട്ടി. പിന്നെ ആ പണം മോഷ്ടിച്ച അയാളെ പോലീസും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ചില സിദ്ധന്മാരൊക്കെ ശരിക്കുള്ളതാ. അവര് പറഞ്ഞാൽ അച്ചട്ടാണ്, കള്ളന്മാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് സച്ചേട്ടൻ കൊണ്ടുവന്ന ആ നാരങ്ങ പൂജാറൂമിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വർണം മോഷ്ടിച്ചവൻ്റെ വായ കോടൂന്നല്ല നീ പറഞ്ഞു വരുന്നത്? അതേന്നേ, അതേ ശ്രീകാന്തേ, ഈ സ്വർണം മോഷ്ടിച്ച ആരായാലും അവരുടെ വായ കോടും. പക്ഷേ ശക്തിയുള്ള സിദ്ധനാണെങ്കിൽ ഉറപ്പായിട്ട് നടക്കും. അപ്പോഴാണ് നമ്മുടെ രേവതി വണ്ടിയിൽ നിന്ന് കുറച്ച് പൂവ് എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പം രേവതി പൂവ് എടുത്തുകൊണ്ടിരിക്കുക. രേവതി ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ വർഷേ? അതെ, സച്ചിയേട്ടൻ കാണാൻ പോയ സിദ്ധനില്ലേ, അത് ശക്തിയുള്ള സിദ്ധനാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ചിരി വരികയാണ്. എന്താ രേവതി ചേച്ചി എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? അതെ, സച്ചിയേട്ടന് ഒരു ജ്യോത്സ്യനെയും കാണാൻ പോയിട്ടില്ല. ജ്യോത്സ്യനെ കാണാൻ പോയിട്ടില്ലെന്നോ? പിന്നെ നാരങ്ങയൊക്കെ കൊണ്ടുവന്ന് പൂജിച്ച് പൂജാറൂമിലേക്ക് കൊണ്ടുവച്ചതോ? ആ നാരങ്ങ ഒരു പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചാന്നേ. പച്ചക്കറി കട എന്നിട്ട് 48 മണിക്കൂറിനുള്ളിൽ വായൊക്കെ കോടുമെന്ന് പറഞ്ഞതോ? അത് ഈ സ്വർണം മോഷ്ടിച്ചത് സുധിച്ചേട്ടനാണെന്ന് നമുക്കറിയാലോ. അപ്പം അതുകൊണ്ട് സച്ചിയേട്ടൻ ഈ സുധിയുടെ നാവിൽ നിന്നും സത്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാ. സത്യം നമുക്കറിയണമല്ലോ. ഏതായാലും അങ്ങേര് ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സച്ചിയുടെ മുന്നിൽ വന്ന് സത്യങ്ങൾ തുറന്നു പറയും രേവതി, വർഷേ എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ രേവതി ചേച്ചി, ഇതൊരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. ഏതായാലും കൊള്ളാം, സച്ചിയേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. ദേ വർഷേ, ഇത് ആരോടും പോയി പറയല്ലേ? ഇല്ലേച്ചി,
ഞങ്ങൾ ആരോട് പോയി പറയില്ല എന്ന് പറഞ്ഞോണ്ട് രേവതി പോവുക. അപ്പോൾ നമ്മുടെ വർഷയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ഏതായാലും സച്ചേട്ടൻ്റെ ബുദ്ധി അപാരം തന്നെ, പിന്നെ അല്ലാതെ നിങ്ങളുടെ ഏട്ടനെ ഞാൻ സമ്മതിച്ചു, നല്ല ഉഗ്രൻ ഐഡിയാണ്, നല്ല ഉഗ്രൻ ബുദ്ധിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ എൻ്റെ ഏട്ടനല്ലേ എന്നും പറയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.